ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഈശോയെ അങ്ങേ കാണാൻ കൊതിച്ചിടും നാഥാ കുഞ്ഞുമക്കളിൽ വൈകാതെ വേഗം വന്നിടുമോ ഞങ്ങൾക്കു നിന്നൊത്തവേകുകില്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ വാവാ പൈതലമീശോയെ അങ്ങേ കാണാൻ കൊതിച്ചിടും നാഥാ കുഞ്ഞുമക്കളിൽ വൈകാതെ വേഗം വന്നിടുമോ ഞങ്ങൾക്കു നിന്നൊത്തവേകുകില്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ നന്മ നിറഞ്ഞൊരു സ്നേഹമല്ലേ. സ്നേഹമുള്ളവരെ, ഇന്നീ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷ ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ദൈവിക സന്ദേശം ഇതാണ്. 2 തിമോത്തി 3:12. ഈ തിരുവചനം ഒരു ദൈവസ്വര സന്ദേശമായി കർത്താവ് തരികയാണ്. ആ വചനം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം തന്നെ നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. ഇരികടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ആശയം ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനം തന്നെ അങ്ങനെയാണ്. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു: എന്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നു എങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. വലതുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകടത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആരൊക്കെ ദൈവത്തോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഒരുപാട് സഹിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, മക്കബായുടെ പുസ്തകത്തിൽ ഒരു സംഭവം. ഒരു അമ്മയും 7 മക്കളും അവര് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച ഒരു അമ്മയും 7 മക്കളാണ്. പക്ഷേ അവർക്ക് ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരികയാണ്. അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത, അവരുടെ മതം അനുസരിച്ച്, അവരുടെ വിശ്വാസം അനുസരിച്ച് കഴിക്കാൻ പാടില്ലാത്ത പന്നി മാംസം കഴിക്കാനായിട്ട് പറഞ്ഞു. പക്ഷേ ഈ അമ്മയും 7 മക്കളും അതിന് കൂട്ടാക്കുന്നില്ല. അതുമൂലം അവർക്ക് ഒരുപാട് സഹിക്കേണ്ടി വരുന്നു. പലർക്കും മരിക്കേണ്ടി വരികയാണ്. നമുക്കറിയാം, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ 3 യുവാക്കന്മാർ തീച്ചൂളയിലാണ്. അവരോട് അവരുടെ നബൂഖദ്നേസർ രാജാവ് വലിയൊരു വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കാൻ പറഞ്ഞു. അവരത് ആരാധിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവർ തീച്ചുളയിൽ കിടക്കേണ്ടി വരുന്നത്. അങ്ങനെ അറിയാൻ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ദാനിയേൽ സിംഹക്കുഴിയിൽ അതിങ്ങനെ തന്നെ നല്ലൊരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് സഹിക്കുകയാണ്. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ യേശുവിനോട് ചേർന്ന് നിന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ഒരു വാള് കയറിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിലും ഒരു വാള് കയറുന്ന അനുഭവം, അല്ലെങ്കിൽ ഒരു വലിയൊരു സഹനത്തിൻ്റെ ജീവിതം തന്നെ നമ്മൾ നയിക്കേണ്ടതായിട്ട് വരും. ആരൊക്കെ ഈശോയോട് ചേർന്ന് നിന്നോ നമ്മുടെ ശിഷ്യന്മാർ, വിശുദ്ധര്,
ഇവരൊക്കെ വിശുദ്ധ ജീവൻ നയിച്ചു. അവരൊക്കെ വിശുദ്ധ ജീവൻ നയിച്ചതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ാം തിരുവചനം നമുക്ക് നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാം. മത്തായി 5:11 നേരിട്ട് പറയാം. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ പ്രവാചകന്മാരായിത്തീരുന്നു പറയുക. കാരണം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകനൊക്കെ ഈ ഒരു അനുഭവം ഉണ്ട്. ഈ പ്രവാചകന്മാരൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഈശോയോട് ചേർന്ന് നിന്ന് ജീവിതം നയിച്ചവരാണ്. അവർക്കൊക്കെ ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു അവഹേളനങ്ങൾ, അങ്ങനെയുള്ള വേദനകൾ, സങ്കടങ്ങൾ, ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ, ഇതൊക്കെ അതിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്ക് നമ്മൾ ഒരുമിടുമ്പോൾ, നമ്മൾ ഈശോയോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സഹനങ്ങൾ ഉണ്ടാവും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരൊക്കെയോ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കർത്താവ് സന്ദേശം തരികയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വചനം കർത്താവ് ഒരു സന്ദേശമായി നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ പൗലോസ്ലീഹായുടെ ജീവിതം നോക്കുക. അദ്ദേഹം ഈശോയോട് ചേർന്ന് ജീവിതം നയിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് 1 കൊരിന്തോസ് 4-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം, ഒന്ന് വായിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങൾ അവമാനിതർ. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുന്നു. ദൂഷണം പറയുന്നവരോട് ഞങ്ങൾ നല്ല വാക്ക് പറയുന്നു. ഞങ്ങളിപ്പോൾ ലോകത്തിന്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിന്റെയും ഉച്ചിഷ്ടം പോലെയും ആയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹായ്ക്കും ഇതേ അനുഭവം തന്നെയാണ്. ഒരുപാട് പേരെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, നിന്ദിക്കുമ്പോൾ, മറ്റുള്ളവർ ഇദ്ദേഹത്തെ നിന്ദിക്കുമ്പോൾ അദ്ദേഹം പറയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. പീഡിപ്പിക്കപ്പെടുമ്പോൾ അടിപതറാതെ നിൽക്കുകയാണ്. എന്നെപ്പറ്റി ദൂഷണം പറയുന്നവരോട് ഞാൻ നല്ല വാക്ക് പറയുകയാണ്. ഞങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെയും ഉച്ചിഷ്ടം പോലെ ആയി തീർന്നിരിക്കുക. ഈ അനുഭവം തന്നെ 2 കൊരിന്തോസ് 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനഭാഗം നമ്മളൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാനായിട്ട് പോവുകയാണ്. സമ്പൂർണ്ണമായ ശുശ്രൂഷ എന്നാണ് അതിന്റെ ഹെഡിങ് തന്നെ. നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല. മറിച്ച് എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, ആരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യസന്ധ
സത്യസന്ധമായ വാക്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ വലതു കൈയിലും ഇടതു കൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു. എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെ ആണെങ്കിലും അറിയപ്പെടുന്നവരാണ്. മരിക്കുന്നവരെ പോലെ ആണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെ പോലെ ആണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. ഇരുകരമത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു അപ്പോസ്തലന്റെ സഹനം കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സമ്പൂർണമായ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ സ്തുതിക്കുന്നു. ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കാൻ തീരുമാനമെടുക്കുന്നു. പ്രേക്ഷിത വേല ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ പരിശുദ്ധ അമ്മയെ പോലെ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുക്കുന്നു. ദാനിയേലിനെ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശദ്രാക്ക് മെശാക്ക് അബേദ്നെഗോയെ പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ചോ. ശക്തമായ കരങ്ങളടിച്ചു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ കരങ്ങളുയർത്തടിച്ചു പാടി ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. മലകമാരും നിന്നാരാധിക്കാം. ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. മലകമാരും നിന്നാരാധിക്കാം. ആരാധിക്കാം. നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോട് സഹനങ്ങളോത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അവലൽപ്പം മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷ ആരൊക്കെ കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്രനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരമേ, തിരത്തത കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര ഗുണോത്ര ദുഷ്ദോഷ പൈശാച പീഡന ബാധകൾ കൈവശം ദൂരേറ്റണമേ. പാപകരമായ അസൂയ ചതി വഞ്ചന ഞങ്ങൾ എന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സതിയ രക്ഷകനായ യേശു നാമത്തിന് പരിശുദ്ധ കന്യാമണി സതിയേറിയ മധ്യസ്ഥാനം നികാർ അപ്പ ഗബ്രിയ മലാമൻ സത്തമായ സാന്താ സംരക്ഷിച്ചാലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണങ്ങളും തോന്നുന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമായ സകല ബന്ധനങ്ങൾ മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 3 പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവപുത്ര മതിൽ സതിയ സകലവിധ പ്രകൃതിയും ഇന്റിമിനേറ്റ് ഇടിവിട്ട് നാശട്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വൈരാൻ തർക്കം കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഘടിക ദ്രവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയംഭോഗ സ്വർഗവ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധ അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാതടസ്സം പഠനാസം കോടതി സാമതിയുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാക്കിയുടെ ചെറുതുകൊണ്ട് രോഗപ്പെടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം ഒറ്റമോഹൻ ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും ശുദ്ധിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കുക ജവമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശം കിട്ടാൻ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ
അതിന് പിന്നിപ്പത്തേക്ക് പൈശാചിക അന്താശ സാതാശത്ത് ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു നാമം ഞാൻ ശാസിക്കുന്നു. യേശുനാഥ് ബന്ധിക്കുന്നു. യേശുനാഥ് ഈശ്വര കുരിശിൽ ആട്ടിമായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ പ്രശ്നം വന്ന് സാധാരണ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന് അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ആലുലി 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 കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി ആരാധിക്കുന്നു. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി കരമുയർത്തി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരും ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരും ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിശക്തിയോട് ഏറ്റു പറഞ്ഞ വചനത്തിന് അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. എൻ്റെ മകനെ മകളെ നീ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുമിടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. ആലുലി 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 പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആലുലി 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 എല്ലാവരും കണ്ണുകൾ അടച്ച് അല്പസമയം ഒന്ന് സ്തുതിച്ച് ആലുലി 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 തിരുത്തത കഴിയണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ആലുലി 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 പപ്പ 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 ശബഹല ബല 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 ശബല തമ പപ്പ സമല ദിമി ബദ ബല ഹമ മമ ദിമ ശബല ദിമി ബസല ഹല മമ മദി മല ശല ഹല ബ മമ മദ ബല സി മമ ദി മല ശല ഹല ബ ഹിമ മദി മല ശല ഹല മമ ദി മസി ബല ദിമ ബദ ബ മമ മദ ബല ശല ഹല ബിമ ദി ബല സി ല ഹല ബല ഫബി ബദ ബല ശല ഹല ബല 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 ശബഹ മമ ബദ ബല ശല ഹല ബല ശിദി ദി 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 ശിദി ദി 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 ശിദി ദി ദി ശിദി ദി ദി ശിദി ദി ദി ശിദി ദി ദി സുധിച്ചൻ സുധിച്ചൻ ശിദി ദി 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 പോരാ ശക്തമായി സ്തുതിക്കുന്നത്. ഹാലിലിയ ഹാലിലിയ പറഞ്ഞ് സ്തുതിക്കുക. ഭാഷാതെ സ്തുതിക്കുക. കൊച്ചുകുട്ടികളും എല്ലാവരും യുവതി യുവാക്കന്മാരും പ്രായമായവരും മധ്യവയസ്കരെല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹാലിലിയ ഹാലിലിയ നമ്മൾ ഏറ്റു പറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഹാലിലിയ സഹന ശക്തി ലഭിക്കട്ടെ. ഹാലിലിയ ഹാലിലി ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രലോഭനങ്ങളൊക്കെ അതിജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് തരട്ടെ. ഹാലിലിയ 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 സ്തുതിക്കുക. ഹാലിലിയ 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 വിശുദ്ധ കുർബാനയുടെ വലിയ അഭിഷേകം കർത്താവ് ഈ സമയം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ അഭിഷേകമാണ് കർത്താവ് വർഷിക്കുക. ഹാലിലിയ 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 ആരൊക്കെ കണ്ണീരോടെ വിഷമത്തോടെ ഈ ശുശ്രൂഷ കാണുന്നുണ്ട് അവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു പോകുന്ന അവസ്ഥയുള്ള വ്യക്തികൾ പ്രാർത്ഥിച്ചോ. കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശുദ്ധ അന്തോണിസിന്റെ വലിയ സാന്നിധ്യം കാണിക്കുകയാണ്. വിശുദ്ധ അന്തോണിസിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. വിസാ തടസ്സങ്ങൾ പല മക്കളുടെയും വിസാ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആ തടസ്സങ്ങളൊക്കെ വർഷങ്ങളായിട്ടും നാളുകളായിട്ടുള്ള തടസ്സങ്ങൾ മാറിപ്പോയിട്ടുള്ളത് ഇത് തിരിച്ചറിയുമ്പോൾ ഈ എൽറോയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറയുക. തെറ്റായ പ്രേമബന്ധങ്ങൾ അവിഹിത ബന്ധങ്ങളിൽ പെട്ടിട്ടുള്ള മക്കളെ ഒരുപാട് മക്കളെ കാണിക്കുകയാണ്. അത് ഉപേക്ഷിക്കാൻ പറയുക. വലിയ സഹന മക്കൾക്ക് വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരിക. കർത്താവ് നിന്നെ കാഞ്ഞിനെ നീറ്റിപ്പിക്കും, വിഷം കുടിപ്പിക്കും. വലിയ സഹനത്തിലേക്കാണ് മക്കൾ കടന്നു പോകുന്നതെന്ന് തെറ്റായ പ്രേമബന്ധത്തിലായിരിക്കുന്ന അവിഹിത ബന്ധത്തിലായിരിക്കുന്ന മക്കൾക്ക് ശക്തമായ മുന്നറിയിപ്പ് കർത്താവ് തരിക. കുഞ്ഞുങ്ങളെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ വീട്ടിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, മറ്റേ പല രോഗപീഠമുള്ള കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കൊച്ചുകുട്ടികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അങ്ങനെയുള്ള ദമ്പതികളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹാലിലിയ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം കാണിക്കുക. പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് നന്മ നേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഹാലിലിയ ഹാലിലി ബോഡി പെയിൻ ശക്തമായി ബോഡി പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അരിമ്പാറ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മോളി എന്ന മകളുടെ ഉപ്പിറ്റിവേന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ചിറ്റൂർ എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹാലിലിയ ഹാലിലിയ കക്ഷത്തിൽ മുഴയുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. CA പരീക്ഷയിൽ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുക.
അനുഗ്രഹിക്കുക. മൈഗ്രെയിൻ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സന്ധിവാതമുള്ള ഒരു മകളോട് വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന വീഞ്ഞ് നശിപ്പിച്ച് കളയാൻ സന്ദേശം തരിക. അടുപ്പിച്ചടുപ്പിച്ച് പനി വരുന്ന അവസ്ഥയുള്ള ഒരു മകളോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരിക. എല്ലാവരും കഴുത്തിൽ ഉത്തിരിയം ധരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. അതികഠിനമായ വെറുപ്പിലും വിദ്വേഷത്തിലായിരിക്കുന്ന മകളോട് ക്ഷമിക്കാൻ പറയുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്ന് സന്ദേശം തരിക. കാലിൽ ഉണങ്ങാത്ത മുറിവുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മനോജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തൈറോയിഡുള്ള ഒരു അധ്യാപിക കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മഹത്യ ചിന്ത, ആത്മഹത്യ പ്രവണത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. നിലമ്പൂരിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. ശരീരം മുഴുവൻ ചുണങ്ങ് വന്നിരിക്കുന്ന വ്യക്തിയോട് വെഞ്ചരിച്ച് ഒലിപോലെ പുരട്ടി പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം തരിക. ജോലി തടസ്സങ്ങൾ എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു മകനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. വെള്ളെഴുത്ത് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾവി ശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ കോടതി കേസിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. 5 പേരുടെ വേരിക്കോസ് വെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. യൂട്രസിലെ ക്യാൻസർ ഉള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മുള്ളമ്പന്നിയുടെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അമിതമായ വേർപ്പ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ടെന്നീസ് എൽബോ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പിത്താശയത്തിൽ കല്ല് കർത്താവ് ആ മേഖല സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. തലയിൽ ട്യൂമറുള്ള ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ശക്തമായ വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വെറോനിക്കയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തൈറോയിഡിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വാഹനം ഓടിക്കാനുള്ള ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കാലിലെ എല്ല് വളർച്ചയുള്ള മനോജ് എന്ന മകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂത്രം പോകാനായിട്ട് യൂറിൻ പോകാൻ തടസ്സമുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശരീരഭാരം കൂടുതലുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മലയോര മേഖലയിൽ താമസിക്കുന്ന ജോർജ് എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ വെന്തിങ്ങ ധരിപ്പിക്കാൻ കർത്താവ് സന്ദേശം തരിക. ജാക്സൺ എന്ന മകനോട് തുറന്നു സംസാരിക്കാൻ സന്ദേശം തരുന്നു. ശരീരം മുഴുവൻ സ്കിൻ രോഗം, സ്കിൻ അലർജിയോ സ്കിന്ന് സംബന്ധമായ ത്വക്ക് സംബന്ധമായ രോഗമുള്ള ലില്ലി എന്ന സഹോദരിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. മനു എന്ന മകനോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇമ്മാനുവേൽ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ വിരശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിത്യസഹായം മാതാവിനോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ സന്ദേശം തരിക. നിത്യസഹായം മാതാവിനോട് മധ്യസ്ഥം വഹിക്കുന്നവരെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. റേഷൻ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നാളുകളായി ശക്തമായി ബോഡി പെയിൻ ഉള്ള ഒരു സഹോദരിയോട് മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരിക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രിയിലെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന ഒരു വൈദികനോട് കഴുത്തിൽ വെന്തിങ്ങ ധരിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നുണ്ട്. നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാറ്റിനും മധ്യത്തിലായപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ എടുത്തു മാറ്റണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പേര് ജോളി, നിലമ്പൂരിൽ നിന്ന് വരുന്നു. മോളുടെ കുഞ്ഞിന് ആർട്ടിന് പ്രശ്നമായിരുന്നു. ആർട്ടിന് ഓട്ടയായിരുന്നു ഉണ്ടായപ്പോൾ. ഇവിടെ ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അച്ഛനെ കാണിച്ചിരുന്നു. ഒരു ദ്വാരം ഉണ്ടായിരുന്നു. അത് 12 വയസ്സൊക്കെ ആകുമ്പോഴേ അത് അടയുള്ളൂ എന്ന് പറഞ്ഞു. 4 ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ 4 ഡോക്ടർമാർ ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. 12 വയസ്സായാലും അടയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുഞ്ഞിൻ്റെ കഴുത്തിൽ വെന്തിങ്ങ ഇടണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അന്ന് ഇവിടുന്ന് വെന്തിങ്ങ മേടിച്ചപ്പോൾ തന്നെ കൊണ്ടുപോയി കൊച്ചിൻ്റെ കഴുത്തിൽ വെന്തിങ്ങ ഇട്ടു. അത് കഴിഞ്ഞ് ഇത് അത്ഭുത ജപമാല അന്ന് കാണാൻ പറഞ്ഞു അച്ഛനെ. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ അത്ഭുത ജപമാല കാണുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ TV-യിൽ അത്ഭുത ജപമാല വെക്കും, അത് കാണും. അന്ന് മുതൽ കുഞ്ഞിനെ സമർപ്പിച്ച് ഞാൻ അത്ഭുത ജപമാല കൂടും. അങ്ങനെ എക്കോ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെന്നു. 6-ാം മാസത്തിൽ ചെന്നു, എക്കോ എടുത്തു. അപ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പോയി. അപ്പോൾ ഇവർ പറഞ്ഞു വെന്തിങ്ങ ഊരണമെന്ന് പറഞ്ഞു കഴുത്തേന്ന്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു വേണ്ട, വെന്തിങ്ങ ഊരണ്ട, വെന്തിങ്ങ ഊരാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നാൽ കുഴപ്പമില്ല, വെന്തിങ്ങ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വെന്തിങ്ങ ഇട്ട് ഞങ്ങൾ എക്കോ ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ഓട്ടയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു. കണ്ടോ, 12 വയസ്സായാലും ഹാർട്ടിൻ്റെ ദ്വാരം അടയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നു അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കഴുത്തിൽ വെന്തിങ്ങ ഇടാൻ പറഞ്ഞു. അവരതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഇങ്ങനെ ചെക്കപ്പിന് പോയി പരിശോധിച്ച് നോക്കിയപ്പോൾ ആ ദ്വാരം കാണാനില്ല. വലിയ സന്തോഷത്തോടെ നന്ദി പറയാനാണ് കൊച്ചിനെയും കൊണ്ട് വന്നത്. അവർ നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ, പ്രൈസലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ ചോദിച്ചു
ചോദിച്ചു ഇതിന് വല്ല മരുന്നും കഴിച്ചുവരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങളൊരു മരുന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദ്വാരവേ കൊച്ചിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇവൻ ഈ ദ്വാരം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇവൻ അവന് ബുദ്ധിമുട്ട് കാണിച്ചു. അവന് ശ്വാസത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായി. അപ്പൊ ഞങ്ങള് 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ധ്യാനം ഉണ്ട്. അപ്പൊ ദ്വാരം അടഞ്ഞു. ഉപ്പ ആ കൊച്ചിന് ആ ശ്വാസം മുട്ടുണ്ടോ? ഇല്ല. നല്ലൊരു കൈയുടെ എടുത്ത് കണ്ടോ, മനസ്സിലായോ? കൊച്ചിന് ശ്വാസം മുട്ടുണ്ടായി. അതാണ് കൊണ്ടുപോയി, അങ്ങനെയാണുള്ള അതിൻ്റെ ഒരു സൈനാണത്. കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് പരിശോധിച്ചപ്പോൾ ദ്വാരം മനസ്സിലായത്. പിന്നെ അവർ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലി ഇപ്പോൾ ദേഹകൾ പരിശോധിച്ചൊന്നുമില്ല, കൊച്ചിൻ്റെ ആ രോഗവും ഇല്ല, മനസ്സിലായി? ശ്വാസം മുട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അതുപോലെ തന്നെ അച്ഛനെ കുഞ്ഞിന് എന്ന് ജലദോഷമായിരുന്നു. ഈ ബന്ധിങ്ങ ഇട്ട് കഴിഞ്ഞ പിന്നെ ജലദോഷമേ എന്ന് പറയുന്നത് അവൻ ഇതുവരെ വന്നിട്ടില്ല. കരം അടിച്ച് നന്ദി പറഞ്ഞേ. ഇവര് പറയാണ്, ഇവര് കൊച്ചിനെ കൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഈ രോഗത്തോടൊപ്പം തന്നെ പറഞ്ഞു, അച്ഛാ എന്നും ജലദോഷമാണ്, കുഞ്ഞിന് എന്നും ജലദോഷമാണ്. അന്ന് കുഞ്ഞു കുട്ടിയായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സംഭവം ഇട്ടപ്പോൾ ഇതോട് പിന്നെ ആ ജലദോഷവും ഇല്ല. കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോളോട്ടെ. പരിശുദ്ധ അമ്മ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ദൈവം ഇടയിൽ ഇടപെടും. ഈശ്വര സന്നിധി നമുക്ക് മുട്ടുകൾ കുത്താം, കരങ്ങൾ കൂപ്പി പിടിക്കാം. കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയിലൂടെ കിട്ടുന്ന അനുഗ്രഹം കേൾറുഹിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ തീരുമാനമെടുത്തുകൊണ്ട് വചനം ധാരാളം വായിക്കാനും വചനം പഠിക്കാനും വചനം പ്രസംഗിക്കാനും വചനം പാലിക്കാനും തീരുമാനമെടുത്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ശക്തമായി ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന് അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷയിൽ അഭിഷേകം നിറയട്ടെ. പോരാ, 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേ